അല്ല കുളിപ്പിച്ചിട്ട് പോരെ ഇതൊക്കെ? പോരാ. ചേട്ടന്റെ ആത്മാവ് ഈ അന്തരീക്ഷത്തിൽ എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട്. ആത്മാവ് ശരീരത്തിന്റെ സുഷിരങ്ങളിലൂടെ അകത്തേക്ക് കയറും എന്നാണ് ശാസ്ത്രം. അയ്യോ എന്നാ വേണ്ട, ഇപ്പൊ തന്നെ വെച്ചേക്കാം. എന്നാ പിടിച്ചോ. എങ്ങനെയൊക്കെയാണ് ആത്മാവ് പുറത്തിറങ്ങിയത്. ഇനി വീണ്ടും കയറുകയെന്ന് വെച്ചാല് ചെവിയിലൂടെ വെക്കട്ടെ ചെറിയച്ച. പറഞ്ഞ പണി ചെയ്താ മതി. അപ്പോ കുളിപ്പിക്കാൻ എടുക്കല്ലേ? അല്ല മോതിരം എടുക്കണ്ടേ? അതെ. സഹദേവനും നകുലനും അവകാശപ്പെട്ട മോതിരം ഊരിയെടുക്കാവുന്നതാണ്. മറ്റെല്ലാ ലോഹവസ്തുക്കളും ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടതാണ്. അച്ഛാ ഏട്ടാ തിരിച്ചാ മതി, ഊരിപ്പോരും. എന്നാ ഇടത്തോട്ട് ടാപ്പൊക്കെ തുറക്കുന്ന പോലെ തിരിച്ച്. ഓ ഇയാളെ കൊണ്ട് മാറ ഞാൻ നോക്കാം. ചുമ്മാ കിടന്ന് പിടിച്ചോണ്ടിരിക്കും. തിരിക്കുമല്ലേ? കിട്ടില്ല വലിച്ച ഊര്. എന്തൂരുന്നില്ലേ? പോരുന്നില്ല. നിഷേ സോപ്പട്. കുളിക്കുന്ന വേണോ അലക്കുന്ന വേണോ? ലക്സ് കൊണ്ടുവരാം. സോപ്പിട്ട് നോക്കാം. भाई उधर रखो ना, मैं कितना बार बोले उधर रखो ना. ओ सीधा करो. വിളിച്ചോ? ചേട്ടാ നാല് സൈഡിൽ നിന്നും 4 അടി വിട്ടിട്ട് നമ്മൾ സീത ഒരുക്കിയിട്ടുണ്ട്. മുൻവശത്ത് നിന്ന് നിങ്ങൾക്ക് കർമ്മം ചെയ്യാവുന്നതാണ്. പിന്നെ പടിഞ്ഞാറിൽ നിന്നും തെക്കോട്ടല്ലേ ബോഡി വെക്കുന്നത്, ശരിയല്ലേ? ചേട്ടാ ഓ പൂര റെഡിയാണ്. मैं जा रहे उधर देखो भैया, वो देखो കരോടാ. നേരത്തോട് നേരം ആയല്ലോ, കർമ്മം തുടങ്ങാനായില്ലേ? സ്വാമി വന്നോന്നിപ്പോ കുലം മുഖം ന്യായം ഒന്ന് നോക്കണമെന്നായോ? നിങ്ങൾ ആത്മനിർഭരായിരിക്കെ അകത്ത് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ശവത്തിനോട് പോലും ഇങ്ങനെ കാണിക്കല്ലേ ചേട്ടാ. ഇനിയും താമസിച്ച പണി വാഴുമെന്നാ തോന്നുന്നേ. വേണ്ട, ആളുകളൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. ഇനിയും ബോഡി വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. മോതിരം ഊരി വരുന്നില്ല ചെറിയച്ച. ബോഡി ആകെ ഏറെ കയറി നീര് വെച്ചിരിക്കുക. അതൊന്നും പറ്റത്തില്ല. ബോഡി എടുക്ക്. മോതിരം ഊരാണ്ട് എങ്ങനെയാ? ഇനിയും വെച്ചോണ്ടിരുന്ന നാട്ടുകാരൻ ഇന്ത്യയൊക്കെ എല്ലൂരും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചെറിയത്തിന് എന്തെങ്കിലും ഒരു ഐഡിയ പറയ്. എന്തോ ഐഡിയ പറയാൻ? വിരല് മുടിക്കാൻ പറ്റുമോ? ചെറിയച്ചൻ പറയുവാണെങ്കിൽ ഒരു വാക്കിന് പറഞ്ഞാടാ മക്കളെ. നോക്ക് ചേട്ടാ, നാട്ടുകാരൊക്കെ അതൊക്കെ പറയാൻ തുടങ്ങി. എനിക്കിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ചേരാ അച്ഛനെ കുളിപ്പിക്കാൻ എടുക്കാം. എടാ നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഇവിടത്തെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചു. എന്റെ വീടാണ്. ഇവിടെ അഭിപ്രായം പറയാൻ എനിക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട. അവൻ പറഞ്ഞു കേട്ടില്ലേ ഇത് അവന്റെ വീടാണെന്ന്? അതെ, അച്ഛന്റെ കാര്യത്തിൽ നിങ്ങളെ പോലെ എനിക്കും അഭിപ്രായം പറയാം. കൂടുതൽ വിശദീകരിക്കാനൊന്നും നിൽക്കണ്ട. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എടാ മോതിരം ഊരാതെ ഈ ബോഡി ഇവിടെ നടക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. നീ വേറെ പണി വല്ലതും പോയി നോക്ക്. അങ്ങനെയാണെങ്കിൽ ആ മോതിരത്തിന്റെ ഷെയർ എനിക്കും കൂടെ വേണം. എന്ത്? ഇത്രയും കാലം ഞാൻ ഒറ്റക്കല്ല അച്ഛനെ നോക്കിയത്. നിങ്ങൾ ആരും ഉണ്ടായിരുന്നല്ലോ. അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. അനിയനാണെന്നൊന്നും നോക്കില്ല, കൊന്നുകളെ ഞാൻ. സഹദേവ പിടിപിടി. നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ. നിങ്ങൾ അച്ഛന്റെ വിരലും മുറിക്കാൻ പോകണമെന്ന് ഞാൻ നാട്ടുകാരോട് പറയും. ശിവ സഹദേവ പിടി. അർജുൻ നീ വന്നേ. ഞാൻ പറഞ്ഞു കേൾക്ക്. ഇവന്മാർക്ക് എല്ലാം പ്രാന്താ.